ഇന്ന് പകലിൽ നമ്മുടെ നടുവിലുണ്ട്. നമുക്ക് ചില പാട്ടുകൾ പാടി നമുക്ക് കർത്താവിനെ മഹത്വം കൊടുക്കാം. സർവശക്തൻ നീയേ, സർവജ്ഞാനി നീയേ, പാപിക്കു രക്ഷ നീയേ, രോഗിക്കു വൈദ്യം നീയേ, സർവശക്തൻ നീയേ, സർവജ്ഞാനി നീയേ, പാപിക്കു രക്ഷ നീയേ, രോഗിക്കു വൈദ്യം നീയേ. അങ്ങേ പോലെ ആരുമില്ലേ, മേലാലും കാണുകില്ലേ. അങ്ങേ പോലെ ആരുമില്ലേ, മേലാലും കാണുകില്ലേ. ഉന്നതൻ ഉയർന്നവനേ, ആദ്യനും അന്ത്യനുമേ, ഉന്നതൻ ഉയർന്നവനേ, ആദ്യനും അന്ത്യനുമേ. യേശു തൊട്ടാലും യേശുവേ തൊട്ടാലും ശക്തിയാൽ സൗഖ്യം വരും. മാറേണ്ടതു മാറും, ലോകം അതു കാണും, വിശ്വാസത്താൽ നിന്ന മാറും. യേശു തൊട്ടാലും യേശു തൊട്ടാലും യേശുവേ തൊട്ടാലും ശക്തിയാൽ സൗഖ്യം വരും. മാറേണ്ടതു മാറും, ലോകം അതു കാണും, വിശ്വാസത്താൽ നിന്ന് മാറും. അങ്ങേ പോലെ ആരുമില്ലേ, മേലാലും കാണുകില്ലേ. അങ്ങേ പോലെ ആരുമില്ലേ, മേലാലും കാണുകില്ലേ. ഉന്നതനുയർന്നവനേ, ഓ ആദ്യനും അന്ത്യനുമേ, ഉന്നതനുയർന്നവനേ, ആദ്യനും അന്ത്യനും, ആദ്യനും അന്ത്യനുമേ. സർവശക്തൻ സർവശക്തൻ നീയേ, സർവജ്ഞാനി നീയേ, പാപിക്കു രക്ഷ നീയേ, രോഗിക്കു വൈദ്യം നീയേ. ഓ സർവശക്തൻ നീയേ, സർവജ്ഞാനി നീയേ, പാപിക്കു രക്ഷ നീയേ, രോഗിക്കു വൈദ്യം നീയേ. അങ്ങേ പോലെ അങ്ങേ പോലെ ആരുമില്ലേ, മേലാലും കാണുകില്ലേ.
പോകില്ലേ ഉന്നതനുയർന്നവനേ, ആദ്യനും അന്ത്യനുമേ. ഓ ഉന്നതനുയർന്നവനേ, ആദ്യനും അന്ത്യനുമേ. യേശു യേശു എൻ്റെ യേശു. ഓ യേശു എൻ്റെ യേശു. യേശു യേശു എൻ്റെ യേശു. ഓ യേശു എൻ്റെ യേശു. ഇന്ന് പകലിൽ നാം വിളിക്കുമ്പോൾ നമ്മുടെ അരികിൽ ഇറങ്ങി വന്ന്, നാം വിളിക്കാതിരിക്കുമ്പോഴും നമ്മുടെ കൂടെ സഞ്ചരിച്ച് നമ്മളെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമ്മളെ കരുതുന്ന നല്ലൊരു യേശോപ്പായാണ് നമ്മുടെ യേശോപ്പ. നാം മറന്നാലും നമ്മളെ മറക്കാത്ത നല്ലൊരു അപ്പൻ. നമ്മുടെ സ്നേഹം കുറഞ്ഞു പോയാലും അപ്പന്റെ സ്നേഹം ഒരു നാളും കുറയുന്നില്ല. നാം പലപ്പോഴും ചിന്തിച്ചേക്കാം, എന്ത് കർത്താവേ, അങ്ങേ ഒത്തിരി സ്നേഹിച്ചിട്ടും എൻ്റെ ജീവിതത്തിൽ എന്താ ഇങ്ങനെ സംഭവിക്കുന്നതെന്ന്. പക്ഷെ അവിടെയും മൗനമായി ഒന്നും സംസാരിക്കാതെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന നല്ലൊരു കർത്താവാണ് നമ്മുടെ യേശോപ്പ. ഇന്ന് പകലിലും ആ ദൈവത്തിന്റെ വിശ്വസ്തത ഒട്ടും കുറഞ്ഞു പോയിട്ടില്ല. ഇന്ന് പകലിലും നമ്മളോട് സംസാരിക്കുവാനും നമ്മുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാനും നമ്മുടെ കർത്താവ് ശക്തനാണ്. യേശുവേ കരുണാമയനേ, ഓ ശദലബലബലബല സ്യാനലബലബല. ആരും മൗനമായിരിക്കരുത്. നിങ്ങൾ വായികളെ തുറന്ന് ആ കർത്താവിന് ഇന്ന് പകൽ നന്ദി പറഞ്ഞാട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് പകൽ സന്തോഷമുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴത്തേന് നമ്മളെപ്പോഴും പറയുന്നൊരു കഥാപാത്രമുണ്ട്. 12 വർഷമായിട്ട് രക്തസ്രാവമുള്ള ഒരു സഹോദരിയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. നമുക്കത് പറഞ്ഞു വിടാൻ ഭയങ്കര എളുപ്പമാണ്. സഹോദരിമാർക്കൊക്കെ അറിയാം, ഒരു മാസത്തോളം ബ്ലീഡിംഗ് ഒക്കെ ഇങ്ങനെ നിർത്താതെ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ അസ്വസ്ഥത എന്താണെന്ന് ആണുങ്ങൾക്ക് ചിലപ്പോൾ അറിയത്തില്ല, സഹോദരിമാർക്ക് നല്ലതുപോലെ അറിയാം. ഇവിടെ 12 വർഷം കൊണ്ട് ബ്ലീഡിംഗ് എന്ന് പറയുന്ന ഒരു അസുഖത്താൽ ഒരു സഹോദരി ഭയങ്കര ഭാരപ്പെടുകയാണ്. അവളുടെ കയ്യിൽ ഉണ്ടായിരുന്നതെല്ലാം, അവളുടെ കയ്യിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അറിയത്തില്ല, ബൈബിളിൽ അത് കൊടുത്തിട്ടില്ല. പക്ഷേ ബൈബിൾ പറയുന്നു, തൻ്റെ കയ്യിലുള്ളതെല്ലാം വിറ്റ് തൻ്റെ ആ ഒരു സൗഖ്യത്തിന് വേണ്ടിയിട്ട് 12 വർഷം താൻ വൈദ്യന്മാരെ സമീപിച്ചെന്നാണ് വചനം പറയുന്നത്. 12 വർഷമൊക്കെ ആ സഹോദരിയുടെ മേൽ ഈ ഒരു അസുഖം നിൽക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയാനകമാണ്. എങ്ങനെ സഹിച്ചെന്ന് അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, ഇങ്ങനെയുള്ള ന്യായപ്രമാണം സംബന്ധിച്ച് ഇങ്ങനെയുള്ള
സഹോദരിമാരെയൊക്കെ പാളയത്തിന് പുറത്ത് ആക്കണമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പം 12 വർഷമായിട്ട് സഹായത്തിന് ആരും ഇല്ലാതെ, പാളയത്തിന് പുറത്ത് പബ്ലിക് പ്ലേസിൽ വരാൻ കഴിയാതെ, എന്ന് പറഞ്ഞാൽ ആ ആൾക്കാരുമായിട്ട് സമ്പർക്കം പുലർത്താൻ കഴിയാതെ വളരെ കരഞ്ഞുകൊണ്ട് ഭാരപ്പെട്ട് ഇരിക്കുന്ന ഒരു സഹോദരി, തനിക്ക് മറ്റുള്ളവരോട് മിണ്ടണമെന്നും പലയിടങ്ങളിലൊക്കെ പോകണമെന്നൊക്കെ തനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും തൻ്റെ ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു അസ്വസ്ഥത മുഖാന്തരം വല്ലാണ്ട് തകർന്ന് കഴിയുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് യേശു എന്ന് പറയുന്ന ഒരാളെക്കുറിച്ച് താൻ കേൾക്കുകയും അവളുടെ അകത്തൊരാഴമായ വിശ്വാസം വരികയുണ്ടായി. അവൾക്ക് മനസ്സിലായി, എനിക്ക് ആ യേശുവിൻ്റെ മുമ്പിലൊന്നും പോവാൻ എനിക്ക് യോഗ്യതയൊന്നുമില്ല. 12 വർഷമായിട്ട് ആരും എന്നെ അടുപ്പിക്കുന്നില്ല. 12 വർഷമായിട്ട് ആരും എനിക്ക് ഹായ് തരുന്നില്ല. 12 വർഷം എല്ലാവരുടെ മുമ്പിൽ ഞാൻ വെറുക്കപ്പെട്ടവളാണ്. അതുകൊണ്ട് യേശുവിനും എന്നോട് വെറുപ്പ് കാണും, അല്ലെങ്കിൽ യേശുവിൻ്റെ മുൻപിൽ പോകാനുള്ള ഒരു യോഗ്യതയും എനിക്കില്ല എന്ന് ആ സഹോദരി പറഞ്ഞ് യേശു പോകുന്ന വഴിയിൽ എവിടെയോ ഒളിച്ചിരുന്ന് അവളുടെ അകത്ത് കത്തിയ ഒരു വിശ്വാസം, യേശുവിനെ എനിക്ക് തൊടണ്ട, പക്ഷേ ആ യേശുവിൻ്റെ ശരീരത്തിൽ ഇടുന്ന വസ്ത്രത്തിൽ പോലും ശക്തി ഉണ്ടെന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് പ്രിയ സഹോദരിയുടെ അകത്ത് കയറി. അങ്ങനെ യേശു ഇങ്ങനെ നടന്നു പോകുന്ന യാത്രയിൽ അവളെങ്ങനെയോ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ആ ദേഹത്ത് കിടക്കുന്ന വസ്ത്രത്തിൽ അവളൊന്ന് കയറി പിടിക്കാനിടയായി. പിടിച്ച മാത്രയിൽ 12 വർഷമായിട്ട് അവളെ അലട്ടിയ ആ ഇരുട്ടിൻ്റെ വ്യാപാരം, ആ രോഗശക്തി തന്നെ വിട്ടു പോവുകയും യേശുവിങ്കിൽ നിന്ന് ശക്തി പുറപ്പെടുന്ന യേശു അനുഭവിക്കുകയും ചെയ്തു. ഞാൻ അവിടെ വായിക്കുന്ന സമയത്ത് ഒരുപക്ഷെ യേശുവിനെ കടന്നു പോകാം, പക്ഷെ യേശു അവിടെ നിന്നിട്ട് പറയുന്നു, എന്നെ ആരാ തൊട്ടത്? ആവശ്യബോധത്തോടു കൂടെ എന്നെ ആരോ തൊട്ടിരിക്കുന്നുണ്ട്. അവരെ അങ്ങനെ വെറുതെ വിട്ടിട്ട് പോകേണ്ട ഒരാളല്ല എന്നെ തൊട്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കണമേ, ഈ സഹോദരി 12 വർഷമായിട്ട് ഇങ്ങനെ മാറ്റപ്പെട്ട് കഴിയുന്നൊരു സഹോദരിയാണ്. പക്ഷെ യേശു അവിടെ ചെയ്ത കാര്യം, അത്രയും യഹൂദന്മാർ അവളെ തള്ളിക്കളഞ്ഞ ദേശത്ത്, പാളയത്തിന് പുറത്ത് നിർത്തിയ ദേശത്ത്, അവളെ മാറ്റി നിർത്തിയ ദേശത്ത് യേശു അവിടെ നിന്നിട്ട് പബ്ലിക് പ്ലേസിൽ അവളെ വിളിച്ചു നിർത്തി. അത്രയും യഹൂദന്മാരും അത്രയും ജനം കൂടി നിൽക്കുന്ന നടുവിൽ ആ യേശു ആ സഹോദരിയെ വിളിച്ചു വരുത്തി അവളുടെ 12 വർഷത്തെ നിന്നയെ പബ്ലിക്കായിട്ട് എൻ്റെ കർത്താവ് മാറ്റുകയാണ്. ഹല്ലേലൂയ. 12 വർഷമായിട്ടും മാറാത്ത രോഗത്തെ യേശു രഹസ്യമായാണ് അവൾ തൊട്ടതെങ്കിലും പരസ്യമായിട്ട് കർത്താവ് കൊണ്ടുവന്ന് ആമേൻ അവളെ നിന്ദിച്ചവരുടെ മുൻപിൽ, അവളെ അപമാനിച്ചവരുടെ മുൻപിൽ, 12 വർഷം കൊണ്ട് അവളെ ഇറിറ്റേറ്റ് ചെയ്തവരുടെ മുൻപിൽ, മാറ്റി നിർത്തിയവരുടെ നടുവിലെല്ലാം ആമേൻ സർവശക്തനായ ദൈവം ആമേൻ അവളെ കരത്തി പിടിച്ച് അവിടെ നിർത്തി അവളെ പബ്ലിക്കായിട്ട് അവളെ ദൈവം മാനിച്ചു. നമ്മളും പലപ്പോഴും പ്രാർത്ഥിക്കാറില്ല, കർത്താവേ, ഞാൻ ഈ വിശ്വാസഗോളത്തിൽ ഇറങ്ങിയിട്ട് എത്ര വർഷം കൊണ്ട് പ്രാർത്ഥിക്കുന്നു, എന്തുകൊണ്ട് എനിക്ക് അതിനൊരു വിടുതലില്ല? എനിക്ക് അതിനൊരു സൗഖ്യമില്ല? എനിക്ക് എന്തുകൊണ്ട് അതിൻ്റെ മേലൊരു ജയം കിട്ടുന്നില്ല? ജയമുണ്ട്. നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ചെറിയ ഒരു കാര്യത്തിൽ ഇടപെട്ട് പോകാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ലോകത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് തന്നെ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടല്ല, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ്. ദൈവമാണ് നമ്മളെ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ദൈവത്തിന് നമ്മളെക്കുറിച്ചൊരു പദ്ധതി ഉള്ളത് കൊണ്ട് ആ ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രമേ നമ്മുടെ ജീവിതത്തിനകത്ത് നടക്കുകയുള്ളൂ. ഇന്ന് പകലിലും എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പൗലോസ് ഒരിക്കൽ ഒരു പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിച്ചു. തൻ്റെ ജീവിതത്തിനകത്ത് താൻ അനുഭവിക്കുന്ന വേദനകളുടെ നടുവിൽ, വ്യതകളുടെ നടുവിൽ താൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ, എനിക്ക് ഈ അസുഖം ഒന്ന് മാറ്റിത്തരണം, എൻ്റെ ശാരീരിക അസ്വസ്ഥതകൾ ഒന്ന് മാറ്റിത്തരണമെന്ന് 3 പ്രാവശ്യം ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം പറഞ്ഞു, നിന്റെ രോഗം മാറത്തില്ല, പക്ഷേ എൻ്റെ കൃപ ഞാൻ നിനക്ക് തരും. ഇന്ന് പകലിലും
നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചിട്ടും നിങ്ങളുടെ രോഗം മാറിയില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഭൗതിക വിടുതൽ ലഭിച്ചില്ലെങ്കിൽ, താൽക്കാലികമായിട്ട് നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യം ലഭിച്ചില്ലെങ്കിൽ, അടുത്ത ദൈവത്തിൻ്റെ ഹിതം എന്താണോ അതിനോട്ട് വിട്ടുകൊടുക്കുക. ചിലപ്പോൾ അത് മാറ്റി നിങ്ങളെ കൊണ്ടുപോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ആ പ്രതികൂലത്തിൻ്റെ നടുവിലും ആ പ്രശ്നത്തിൻ്റെ നടുവിലും നിങ്ങളെ കരം പിടിച്ച് നടത്താൻ എൻ്റെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എൻ്റെ കർത്താവ് എന്നെ കണ്ടിരിക്കുന്നത് ഒരു അസാധാരണ വ്യക്തിയായിട്ടാണ്. ആമേൻ. വിശ്വാസം ഇല്ലേ? നമ്മുടെ അകത്ത് ആരായിരിക്കുന്നത്? പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ് നമ്മുടെ അകത്തിരിക്കുന്നത്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ആ ഒരു വിശ്വാസത്തോടുകൂടെ ആ പ്രിയ സഹോദരി യേശുവിനെ തൊട്ടപ്പോൾ, ദേഹത്തല്ല തൊട്ട, വസ്ത്രത്തിൽ തൊട്ടപ്പോൾ ശക്തി വ്യാപരിച്ച് 12 വർഷത്തെ നിന്നയെ മാറ്റിയെങ്കിൽ, ഇന്ന് പകലിലും ഇതിനകത്ത് എൻ്റെ യേശു ഇറങ്ങി നിൽക്കുമ്പോൾ ആ യേശുവിൻ്റെ സാന്നിധ്യത്തിൽ ഒന്ന് കയറി പിടിക്കാൻ, ആ യേശുവിനോടൊന്ന് ഇൻറ്റിമസി ആകാൻ, ആ യേശുവിനോടൊന്ന് ചേർന്ന് നിന്നുകൊണ്ട് ആ യേശുവിനെ സ്നേഹിക്കാൻ, ആ യേശുവിനെ ആരാധിക്കാൻ അപ്പനോട് പറ, യേശുവേ നിന്റെ ഒരു വാക്ക് മതി എൻ്റെ ജീവിതത്തിനകത്ത് അസാധാരണമായ വിടുതലുകൾ നടക്കാൻ. ഇന്ന് പകലിൽ നമുക്ക് വളരെ പ്രതീക്ഷയോടുകൂടെ ആ ദൈവത്തിൻ്റെ ഇടപെടലിനായി ആഗ്രഹിച്ച് പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം അറിയാവുന്ന ഒരു പഴയ ഗാനം പാടി നമ്മൾ കർത്താവിനെ ആരാധിക്കാൻ പോകും.